ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് പേജസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ നമുക്ക് കുറേ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് നിന്ന് വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർ കുക്കിങ്ങിൽ വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഇല്ലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ വീഡിയോ. പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി ക്രിസ്പി ഫ്രൈഡ് പ്രോൺസ് ആണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുക്കിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് നല്ല ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ പ്രോൺസൊക്കെ ഇവിടെ ആദ്യമേ ക്ലീൻ ചെയ്ത് വെച്ചതിൽ നമുക്ക് മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്യാം. കറി ലീവ്സ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിട്ട് മിക്സ് ചെയ്യാമേ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അത് വെച്ചിരിക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ആ പ്രോൺസ് ഒന്ന് വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ ഓയിലിനകത്ത് നമുക്ക് ഈ പ്രോൺസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല രസമാണ് നമുക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ. ആദ്യം ചെറിയ തീയിൽ വേണം കേട്ടോ ഇതൊന്ന് നല്ല കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അകത്തുള്ളത് നന്നായിട്ടൊന്നും കുക്കായി വരത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ ഫ്രൈ റെഡിയാവും. ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പ്രോൺ ഫ്രൈ ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. നോക്കി എന്ത് രസം കാണാനാണെങ്കിലും ടേസ്റ്റ് ചെയ്യാനാണെങ്കിലും. ഉമ്മ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്രൈസ് ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ടൈം എടുത്ത് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.